ഞാൻ തിരിച്ചെത്തിയതല്ലേ ഉള്ളൂ. ഇനി എല്ലാം ഒന്ന് റീ ഓർഡർ ചെയ്തെടുക്കട്ടെ. അതിനുശേഷം പുതിയ പ്രോജക്റ്റുകളിലേക്ക് കിടക്കാമെന്നാണ് ആലോചിക്കുന്നത്. മതി, അത് മതി. എന്താവശ്യത്തിനും സാറിനോടൊപ്പം ഞാനും നമ്മുടെ യൂണിയനും ഉണ്ടാവും. അതൊന്ന് പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. നിവാരം വന്നതിലും ഇങ്ങനെയൊരു പിന്തുണ അറിയിച്ചതിലും വലിയ സന്തോഷമുണ്ട്. ആ പിന്നെ സാറേ, ഞാനൊരു കാര്യം പറഞ്ഞാൽ സാറ് തെറ്റിദ്ധരിക്കരുത്. ഇല്ല, എന്താണെങ്കിലും പറഞ്ഞു. മഹാദേവൻ സാറ് ജയിലിലാണെങ്കിലും സൂക്ഷിക്കണം. അങ്ങേർക്ക് ഒരാളോട് വൈരാഗ്യം തോന്നിയാൽ അത് ഉള്ളിൽ വെച്ച് നടക്കും. അയാളുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് വിനീത വിധേയനായി നിൽക്കും. അവസരം കിട്ടുമ്പോൾ ചതിക്കുകയും ചെയ്യും. ഇപ്പോൾ മഹാദേവ സാറ് ജയിലിലാണെന്ന് കരുതി നമ്മൾ ശ്രദ്ധിക്കാതെ നടന്നാൽ അപകടം പറ്റുന്നത് നമുക്ക് തന്നെ ആയിരിക്കും. പുറത്തു നിന്ന് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിനേക്കാൾ സേഫ് എളുപ്പവുമാണ് ജയിലിനകത്ത് നിന്ന് ഗൂഢാലോചന നടത്താൻ. അതുകൊണ്ട് സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിക്കണം. എന്തെങ്കിലും പറ്റിപ്പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിവാര് പറഞ്ഞത് ശരിയാ. ജയില് കുറ്റവാളികളുടെ ഒരു ലോകമാണ്. അവിടെ ഉണ്ടാവുന്ന സൗഹൃദങ്ങൾക്ക് ആത്മാർത്ഥത കൂടുതലാണ്. പക്ഷേ ആ ആത്മാർത്ഥത ഉപയോഗിക്കുന്നത് കൂടുതലും മറ്റ് കുറ്റകൃത്യങ്ങൾ നടത്താനാണ്. അതെ, സാറിന് കാര്യം മനസ്സിലായി. എൻ്റെ ചെറിയ അറിവിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായി ദിവാര. നിങ്ങളിപ്പോൾ പറഞ്ഞ പോയിന്റ് ഞാൻ കാര്യമായി ആലോചിക്കാതിരുന്ന കാര്യമാണ്. ഇനി ഞാൻ ആ വിധത്തിലും ശ്രദ്ധ കൊടുത്തോളാം. അത് മതി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സാറേ. വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? അതെ. മാധവ മാഡത്തിനെ കണ്ടിട്ട് ഒരുപാട് കാലമായി. അമ്മ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ശരി സാർ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ ഇവിടെ ഉണ്ടാവും. ശരി. നീ എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? ഞാൻ ആദർശനെ കണ്ടിരുന്നു. ആ കാര്യം മുത്തശ്ശനോട് സംസാരിക്കാനാണ് കാണണമെന്ന് പറഞ്ഞത്. ആഹാ, ഓഫീസിൽ വെച്ചുണ്ടായ കാര്യങ്ങൾ നീ ആദർശനോട് പറഞ്ഞോ? ആ കാര്യങ്ങൾ അറിഞ്ഞിട്ടാ ആദർശേട്ടൻ എന്നെ വിളിപ്പിച്ചത്. അഭിരാമിയുടെ ഭാഗത്തുനിന്നുണ്ടായ കാര്യങ്ങൾക്ക് ആദർശേട്ടൻ എന്നോട് മാപ്പ് പറഞ്ഞു. ജോലിക്ക് നിർബന്ധമായും കയറണമെന്നും തീർത്തു പറഞ്ഞു. ആദർശ് അത്ര ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ നീ കയറണം. അല്ലെങ്കിൽ ആദർശന് അതൊരു ഇഷ്ടക്കേടാവും. ഞാനും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. അത് അഭിപ്രായം അറിയാൻ മുത്തശ്ശനെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്. പണ്ടത്തെ സുരേഷ് ആയിരുന്നെങ്കിൽ ഞാനൊന്നും മടിച്ചേന്. പക്ഷെ ഇപ്പോൾ എനിക്ക് ആ പേടിയില്ല. കഴിഞ്ഞ തവണ നിന്നോട് സംസാരിച്ചപ്പം മുതൽ നിന്റെ കാര്യത്തിൽ മുത്തച്ഛന് ധൈര്യമായി മോനെ. ഇനി കാര്യങ്ങളെ അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ നിനക്ക് സാധിക്കും. അതല്ല മുത്തശ്ശ, ആ അഭിരാമിക്ക് ഞാൻ അവിടെ ജോലിക്ക് കയറുന്നതിനോട് തീരെ താല്പര്യമില്ല. അപ്പോൾ എനിക്കവിടെ ജോലി തരുന്നതിൻ്റെ പേരിൽ ആദർശേട്ടൻ അവിടെ പ്രശ്നം ഉണ്ടാവുമെന്നായിരുന്നു എൻ്റെ സംശയം. നീ അതിനെക്കുറിച്ച് ആദർശനോട് സംസാരിച്ചില്ലേ? സംസാരിച്ചു മുത്തശ്ശ. അങ്ങനൊരു പ്രശ്നമില്ല എന്നാ ആദർശേട്ടൻ പറഞ്ഞത്. പിന്നെന്താ കുഴപ്പം? നീ ധൈര്യമായിട്ട് ജോലിക്ക് കയറിക്കോ. മുത്തശ്ശൻ്റെ ഈ വാക്ക് കേൾക്കാനാ ഞാൻ ആഗ്രഹിച്ചത്. നിനക്ക് നല്ലതെന്ന് കരുതുന്ന ഒന്നിനും ഞാൻ തടസ്സമല്ല മോനെ. പിന്നെ ഒരു കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം, നിന്റെ അമ്മയെ. ബീനയുടെ സ്വഭാവം മറ്റാരേക്കാളും നിനക്ക് നന്നായിട്ട് അറിയാവല്ലോ. നിന്നെ ആ സ്ഥാപനത്തിൽ ജോലിക്ക് കയറ്റാൻ അവൾ ആഗ്രഹിക്കുന്നത് തന്നെ നിന്നിലൂടെ അവിടെ ആധിപത്യം സ്ഥാപിക്കാനാ. അത് അനുവദിച്ചു കൊടുക്കരുത്. വ്യക്തിബന്ധങ്ങളുടെ പേരിൽ ജോലിയിൽ കളവ് കാണിക്കരുത്. അറിയാം മുത്തശ്ശ, എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ല. അത് മതി. ബീന ഈ ഭൂമിയിൽ ഏറ്റവും സ്നേഹിക്കുന്നത് നിന്നെയാ, അത് സത്യമാ. പക്ഷേ അധികമായാൽ അമൃതും വിഷമാണെന്ന കാര്യം മറക്കണ്ട. ഒരാളെ ഉപദ്രവിച്ചുകൊണ്ട് മറ്റൊരാളെ സ്നേഹിക്കുന്നത് ശരിയല്ല മോനെ. അമ്മയേക്കാൾ എനിക്കിപ്പോൾ ഭയം ആ അഭിരാമിയാണ്. എൻ്റെ പേരും പറഞ്ഞവര് മീരയെ ദ്രോഹിക്കുന്നുള്ള പേടി എനിക്കുണ്ട്. അങ്ങനൊരു പേടിയുടെ ആവശ്യമൊന്നുമില്ല. മീര ഇപ്പൊ തനിച്ചല്ല, എന്തിനും അവൾക്കൊപ്പം ആദർശമുണ്ടല്ലോ. അതുകൊണ്ട് ആ കുട്ടിയെ ദ്രോഹിക്കലൊന്നും നടക്കില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിന്റെ പേരും പറഞ്ഞ് മീരയ്ക്കോ ആദർശിനോ അവരുടെ വീട്ടിൽ തല കുനിച്ച് നിൽക്കേണ്ടി വരരുത്. അറിയാം മുത്തശ്ശ, ഒരിക്കലും അങ്ങനൊരു അവസരം ഞാനായിട്ടുണ്ടാക്കില്ല. എന്നാലും നിന്റെ വാക്കുകൾ മുത്തശ്ശന് വിശ്വാസമാണ് മോനെ. ഏതായാലും കളങ്കമില്ലാതെ നീ മീരയ്ക്ക് വേണ്ടി സഹായം ചെയ്തപ്പോ നിന്നെ തേടി ഈശ്വരാനുഗ്രഹം വരുന്നത് കണ്ടോ? അതെ, എത്രയോ നാളുകളായി ഞാനൊരു ജോലിക്ക് ശ്രമിക്കുന്നു, ഒന്നും നടന്നിരുന്നില്ല. ഇപ്പോൾ ആരും ആഗ്രഹിക്കുന്നത് പോലെ ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ മോൻ പറഞ്ഞ വാക്കുകൾ എന്നും ഓർക്കണം. ഈ അവസരം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാ. അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ എളുപ്പമാ, പക്ഷെ പിന്നെ ഒരിക്കലും നമ്മൾ എത്ര ആഗ്രഹിച്ചാലും അത് തിരികെ കിട്ടില്ല.
അത് നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ആളാ ഞാൻ. നല്ലൊരു ജീവിതം ഈശ്വരൻ കൈ തന്നിട്ടും അത് മനസ്സിലാക്കാതെ ജീവിച്ച് എല്ലാം നശിപ്പിച്ച് കളഞ്ഞ ആളാ ഞാൻ. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ മുത്തശ്ശ, പിന്നെന്തിനാ അതൊക്കെ ആലോചിച്ച് വിഷമിക്കുന്നത്? മോനെ, ഈ വിഷമം എന്നോടൊപ്പമേ മണ്ണടിയൂ. ജീവിതത്തിൽ ഇനി ഒരിക്കലും തിരുത്താനാകാത്ത തെറ്റുകള് എന്റെ ഭാഗത്തുനിന്നുണ്ടായിപ്പോയി. അതൊക്കെ ഓർത്ത് വിഷമിക്കാത്ത ഒരു ദിവസം പോലും ഇപ്പൊ എന്റെ ജീവിതത്തിലില്ല. ഇപ്പൊ എന്റെ സന്തോഷവും പ്രതീക്ഷയൊക്കെ നീയാ. നിന്റെ നല്ല ജീവിതം കണ്ടു വേണം മുത്തശ്ശന് സമാധാനത്തോടെ ഈ ഭൂമി വിട്ടു പോകാൻ. എന്തിനാ മുത്തശ്ശ വെറുതെ ഓരോന്നിങ്ങനെ പറയുന്നത്? മുത്തശ്ശൻ ഒരിടത്തേക്കും പോകുന്നില്ല. എൻ്റെ അച്ഛന് കൊടുക്കാൻ പറ്റാത്ത സ്നേഹം കൂടി ഞാൻ മുത്തശ്ശന് തരും. ഇത് മതി മോനെ മുത്തശ്ശന്. നിന്റെ ഈ വാക്കുകൾ മാത്രം മതി. സന്തോഷത്തോടെ നീ ഒരു കുടുംബമായി ജീവിക്കണം. നിന്റെ ഭാഗത്ത് നിന്ന് ആർക്കും ഒരു പ്രശ്നവും ഇനി ഉണ്ടാവരുത്. ഇല്ല, മുത്തശ്ശൻ എന്നെ വിശ്വസിക്കാൻ. ആ, നിങ്ങൾ എത്തിയോ? ഇനി കഴിച്ചിട്ട് പോയാ മതി. ഞങ്ങൾ കഴിച്ചിട്ടാ വന്നത്. ആദർശ് ഒന്ന് നിന്നേ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ ബി? അവര് പോയി ഫ്രഷ് ആകട്ടെ, എന്നിട്ട് സംസാരിക്കാം. എന്തോ സീരിയസ് മാറ്റർ ആണല്ലോ. കാര്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞു. അതെ, സീരിയസ് കാര്യം തന്നെയാ. നീ ആരോട് ചോദിച്ചിട്ടാ സൂരജിന് നമ്മുടെ കമ്പനിയിൽ ജോലി കൊടുത്തത്? ആരോടാണ് ഞാൻ ചോദിക്കേണ്ടത്? അല്ലെങ്കിലും ഓഫീസ് കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നത് ഞാൻ തന്നെയല്ലേ? അതെ, ഇത്രയും നാളും അങ്ങനെ തന്നെ ആയിരുന്നു. ആ കാര്യങ്ങളിലൊന്നും അമ്മ ഉൾപ്പെടെ ഞങ്ങൾ ആരും ഇടപെട്ടിരുന്നില്ല. അത് നീ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുമെന്ന വിശ്വാസം ഉള്ളതുകൊണ്ടാ. എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി? ആ വിശ്വാസം പോയോ? പോയി. സൂരജിനെ പോലെ ഒരാൾക്ക് ദേവ ബിൽഡേഴ്സിൽ ജോലി കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അത് തീരുമാനിക്കേണ്ടത് ഞാൻ കൂടെയല്ലേ? എനിക്ക് ഞാൻ എടുത്ത തീരുമാനം ശരിയാണെന്ന് തന്നെയാണ് വിശ്വാസം. നിനക്ക് അങ്ങനെയൊക്കെ തോന്നും. ആ തോന്നലിന്റെ പിന്നിൽ ആരാണെന്ന് എനിക്കറിയാം. ഇത് മോശമായി പോയി മീരെ. സ്വന്തക്കാരെ മുഴുവൻ ദേവ ബിൽഡേഴ്സിൽ നിയമിക്കാം എന്നൊരു ധാരണയുണ്ടെങ്കിൽ അത് നടക്കില്ല. ചേച്ചി, ഞാൻ പറഞ്ഞിട്ടല്ല ആദർശൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. സൂരജ് പോലും ജോലി വേണ്ടെന്ന് തന്നെയാ പറഞ്ഞിരുന്നത്. ഇത് എന്റെ മാത്രം തീരുമാനമാണ്. സൂരജിനെ കൊണ്ട് ഓഫീസിലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നോക്കാൻ കഴിയുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആ ഉറപ്പുള്ളത് കൊണ്ടാവും ഞാൻ പറഞ്ഞു വിട്ടിട്ടും പിന്നെ അവനെ വിളിച്ച് ജോലി കയറ്റിയത്. അഭി പറഞ്ഞു വിട്ടുന്നോ? അതിപ്പോ ഒരിക്കൽ ആദർശ് വിളിച്ചു വരുത്തിയ സമയത്ത് ഞാൻ അവനെ പറഞ്ഞു വിട്ടതാ. അതെന്ത് പരിപാടിയാണ് നീ ചെയ്തത്? ഞാൻ വിളിച്ചു വരുത്തുന്ന ഉറപ്പുണ്ടായിട്ട് നീ പറഞ്ഞു വിട്ടല്ലേ? അതിന്റെ ആവശ്യം നിനക്കെന്താ? കമ്പനിയിലെ കാര്യങ്ങൾ നോക്കുന്നത് ഞാനാണ്. അവിടെ എന്തൊക്കെ ചെയ്യണം, ആരെയൊക്കെ നിയമിക്കണം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളിങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് വഴക്ക് കൂടാതെ. എനിക്കിത് നിസ്സാര കാര്യമല്ല അമ്മേ. ഇത് എന്നെ അപമാനിക്കുന്നതിന് തുല്യോ. ഇപ്പൊ എന്നെയും വിഘ്നേഷ് ഏട്ടനെയും പുറത്തേക്ക് വിടാൻ നോക്കുന്നത് പോലും എന്തിനാണെന്ന് എനിക്ക് സംശയമുണ്ട്. ആ യാത്രയ്ക്ക് വിഘ്നേഷിന് നിനക്കും താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ പോകണ്ട. ഞാൻ സൂരജിനെ അയച്ചോളാം. ഓഹോ, അപ്പൊ നിനക്ക് ഭാര്യ വീട്ടുകാരെ പറ്റി മാത്രമേ ചിന്തയുള്ളൂ. അഭിചേച്ചിക്ക് താല്പര്യമില്ലെങ്കിൽ സൂരജിന് കമ്പനിയിൽ ജോലി കൊടുക്കണ്ട. ആദർശേട്ടൻ വിഷമിക്കണ്ട, ഞാൻ സൂരജിനോട് സംസാരിച്ചോളാം. അത് വേണ്ട മീര. സൂരജിന് വാക്ക് കൊടുത്തത് ഞാനാ. ഇനി സൂരജിന്റെ ഭാഗത്തുനിന്ന് കമ്പനിക്ക് ദോഷമായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നത് വരെ സൂരജ് അവിടെ തന്നെ ഉണ്ടാവും. അത് വേണ്ട. അതിന്റെ പേരില് നിങ്ങൾ തമ്മിൽ വഴക്കിടാൻ പാടില്ല. മതി മീര നിന്റെ അഭിനയം. ആദർശ് ഇപ്പൊ കാണിച്ചു കൂട്ടുന്നത് മുഴുവൻ നിന്റെ തലയണ മന്ത്രത്തിന്റെ ഫലവാ. സൂക്ഷിച്ച് സംസാരിക്കണം. ഇവളെന്റെ ഭാര്യയാണ്. ഇവളോട് എന്ത് തോന്നിവാസവും വിളിച്ചു പറയാന്നുള്ള വിചാരം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് നടക്കില്ല. എന്താ ആദർശ് ഇത്? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ സംസാരിച്ചാൽ എന്താമ്മേ തെറ്റ്? അഭി പറഞ്ഞതൊക്കെ അമ്മയും കേട്ടതല്ലേ? എന്താ അവളെ അടക്കിയിരുത്താൻ അമ്മ ശ്രമിക്കാത്തത്? മീര ഒന്നിനും പ്രതികരിക്കാത്തതുകൊണ്ട് എന്ത് വേണമെങ്കിലും അവളെ വിളിച്ചു പറയാന്നുള്ള ധൈര്യത്തിലല്ലേ ഈ വിളിച്ചു പോകുന്നത്? അങ്ങനെയല്ല ആദർശ്. അഭി പറയുന്നതിലും കാര്യമില്ലേ? ദേവ ബിൽഡേഴ്സ് എന്ന നമ്മുടെ സ്ഥാപനത്തിൽ ഒരു നിയമനം നടത്താൻ നീ എത്രമാത്രം നിയമങ്ങൾ വെച്ചിരുന്നു?
സർക്കാർ ജോലി കിട്ടുന്നതിനേക്കാൾ പാടാണ് നമ്മുടെ സ്ഥാപനത്തിൽ ജോലി കിട്ടാൻ എന്നൊരു സംസാരം പോലും ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ അതൊന്നും നോക്കാതെ നീ സൂരജിന് ജോലി കൊടുത്തതെന്താ? അതമ്മ പറഞ്ഞത് ശരിയാ. ഞാൻ ഒരുപാട് നിയമങ്ങളെ മുറുകെ പിടിച്ച് വളരെ ഡിസിപ്ലിൻഡായി ജീവിച്ച ഒരാളാ. അതിലൊന്നും കാര്യമില്ലെന്ന് എന്റെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചു. സ്വന്തം കാര്യം പോലും നോക്കാതെയാ സൂരജ് എന്നെ രക്ഷിക്കാൻ മീരയ്ക്കൊപ്പം നടന്നത്. ആ സൂരജിനെ എന്നാൽ കഴിയും വിധം സഹായിക്കണമെന്ന് ഞാൻ കരുതിയിൽ എന്താ തെറ്റ്? അതൊക്കെ ശരിയാ. പിന്നെ സൂരജ് നിന്നെ രക്ഷിക്കാൻ നടന്നത് ഇങ്ങനെ പല ലക്ഷ്യങ്ങൾ മനസ്സിൽ കണ്ട് തന്നെയാ. അതിന്റെ ബുദ്ധികേന്ദ്രം ആരാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ഏതായാലും ആൾക്കാരുടെ ഉദ്ദേശം പലതും അതുപോലെ നടക്കുന്നുണ്ടല്ലോ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സൂരജ് ഇനി മുതൽ നമ്മുടെ ഓഫീസിലുണ്ടാവും. എല്ലാം എടുത്തോ? നോക്കി നിൽക്കാതെ കേറ്. എല്ലാം എടുത്തല്ലോ അല്ലേ? കാത്തുരക്ഷിക്കണേ. ഓ മടുത്തമ്മേ. എന്തു പറ്റി മോനെ? ധന്യ അമ്മയ്ക്ക് അറിയാമല്ലോ. അവൾക്ക് വേണ്ട സാധനങ്ങൾ തപ്പി ഉള്ള കട മുഴുവൻ കയറി ഇറങ്ങി നടന്നു. എന്തെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടണ്ടേ? പിന്നെ സാധനങ്ങൾ വാങ്ങുമ്പോഴേ നോക്കി ഇഷ്ടമുള്ളതല്ലേ വാങ്ങണ്ടേ? എന്റെ മോളുടെ പ്രോഗ്രാമിന് ഞാൻ വേണ്ടി ഷൈൻ ചെയ്യാൻ. വിദ്യമോൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയോ? വാങ്ങി മുത്തശ്ശി. പോകുന്നതിന് മുമ്പ് എല്ലാം ഉണ്ടോന്ന് നോക്കി ബോധ്യപ്പെട്ടിട്ട് വേണം പോവാൻ. അല്ലെങ്കിലേ അവിടെ ചെന്ന് ബുദ്ധിമുട്ടും. അമ്മ, അതിന് മോൾക്കധികം വാങ്ങാനൊന്നും ഇല്ലായിരുന്നു. ധന്യക്കല്ലേ തികയാത്തത്? ധന്യയുടെ ഭാവം കണ്ടാലേ ഇവളാണ് പെർഫോം ചെയ്യുന്നതെന്ന് തോന്നും. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം. ഇതേ എന്റെ ജീവിതത്തിലെ പ്രധാന സംഭവം. ഞാനേ വിശാലിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് കുറച്ച് നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ. എന്നിട്ട് അതൊക്കെ എല്ലാവരും ഒന്ന് കാണിച്ച് ഷൈൻ ചെയ്യണം. പ്രത്യേകിച്ച് ആ ബീനയുടെ മുന്നിൽ. അന്നേ മീരയുടെ വിവാഹത്തിനെ അവൾക്ക് എന്തൊരു ചാടായിരുന്നു. ഇത് എന്റെ സ്വന്തം മോളുടെ പ്രോഗ്രാം അല്ലേ? എന്തിനാ തന്നെ ഇങ്ങനെ ഓരോന്നും പറയുന്നത്? പ്രോഗ്രാം നന്നായി വരാൻ ഭഗവാനോട് പ്രാർത്ഥിക്കല്ലേ വേണ്ടത്? അതൊക്കെ ഭംഗിയായി തന്നെ നടക്കും. അമ്മ നോക്കിക്കോ. വിദ്യമോളെ, അമ്മയ്ക്കുള്ള ഫുഡ് എടുത്തു കൊടുക്ക്. ശരി അച്ഛാ. അല്ല, എനിക്ക് ഭക്ഷണം പുറത്തുനിന്നും വാങ്ങിയോ? നിങ്ങളെല്ലാവരും കഴിച്ചോ? അതമ്മേ, അമ്മേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോ നന്നായിട്ടങ്ങ് വിശന്നു. അതുകൊണ്ട് പുറത്തുനിന്ന് അങ്ങ് കഴിച്ചു. ഇനി ഇവിടെ വന്നിട്ട് എനിക്ക് ഉണ്ടാക്കാൻ വയ്യായിരുന്നു. മുത്തശ്ശിക്കുള്ള ഭക്ഷണം എടുത്തിട്ട് വരട്ടെ? വേണ്ട മോളെ, എനിക്കിന്ന് ഭക്ഷണം ഒന്നും വേണ്ട. ഞാൻ വ്രതത്തില്ല. അതെന്തിനാ അമ്മ ഭക്ഷണം കഴിക്കാത്ത വ്രതമൊക്കെ നോക്കുന്നേ? അത് ഞാൻ എന്റെ വിദ്യമോക്ക് വേണ്ടി ചെയ്യുന്നതാ. അവിടെ വന്ന് മോളുടെ പരിപാടി കാണാനുള്ള ആരോഗ്യം എനിക്കില്ല. അതുകൊണ്ട് എല്ലാം ഭംഗിയായി നടക്കാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിച്ച് വ്രതം എടുക്കുക. മുത്തശ്ശിയുടെ പ്രാർത്ഥന കൂടെ ഉണ്ടായിരുന്ന മാത്രം മതി എനിക്ക്. അതെന്നും നിന്റെ കൂടെ ഉണ്ടാവും മോളെ. ഈ വയ്യാത്ത സമയത്ത് അത് വേണ്ടായിരുന്നു അമ്മേ. ഒന്നാമതേ ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നതാ. അതിൻ്റെ കൂടെ ഭക്ഷണവും കൂടെ കഴിക്കില്ലെന്ന് വെച്ചാ അതൊന്നും സാരമില്ല. എന്റെ കാര്യം ഓർത്ത് നീ പേടിക്കണ്ട. ഭഗവാൻ എനിക്കൊപ്പമുണ്ട്. ഇനിയിപ്പോ അമ്മയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്ന ഫുഡ് വേസ്റ്റ് ആവുമല്ലോ. സാരമില്ല, കുറച്ച് കഴിഞ്ഞ് ഞാൻ കഴിച്ചോളാം. അമ്മ വെറുതെ എല്ലാം കൂടി വാരി വലിച്ച് കഴിക്കണ്ട. ഒരു ദൂരയാത്രയ്ക്ക് പോകേണ്ടതാണെന്ന് മറക്കണ്ട കേട്ടോ. അതൊക്കെ എനിക്കും അറിയാം. ഞാനേ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ദൂരയാത്ര പോകുന്നത്. അമ്മ വെറുതെ പിണങ്ങണ്ട, ഞാൻ പറഞ്ഞേ ഉള്ളൂ. മോനെ, മീരമോള് നിന്നെ വിളിച്ചായിരുന്നോ? ഇല്ലമ്മേ, അമ്മ ടെൻഷൻ ആവണ്ട. മീരയെ ആദർശം രാവിലെ തന്നെ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. ടെൻഷനൊന്നുമില്ല. മീരമോള് പറഞ്ഞാ മാറ്റം ഉണ്ടാവില്ല. ഏതായാലും അമ്മയ്ക്ക് നീ കൊച്ചുമോളുടെ കൂടെ കുറച്ചു ദിവസം അടിച്ചു പിടിച്ച് നിൽക്കാലോ.
മീരമോളുടെ കൂടെ നിൽക്കുന്നത് എനിക്ക് സന്തോഷം തന്നെയാ. പിന്നെ ഞാൻ കാരണം ആ വീട്ടിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടാവൂ എന്നൊരു പേടിയേ ഉള്ളൂ. എന്ത് ബുദ്ധിമുട്ട്? അമ്മ മീരയുടെ മുത്തശ്ശിയല്ലേ, അമ്മയെ നോക്കേണ്ട കടമ മീരയ്ക്ക് ഉള്ളത് തന്നെയാ. കടമ ഉള്ളതിൻ്റെ ഒന്നുമല്ല, അല്ലാതെ തന്നെ മീരമോൾ അമ്മയ്ക്ക് ഒരു കുറവും വരുത്താതെ നോക്കുമെന്ന് എനിക്കുറപ്പാ. മറ്റെവിടെയെങ്കിലും ആക്കിയിട്ട് പോകുന്നതിനേക്കാൾ മനസമാധാനം മീരയെ ഏൽപ്പിച്ചിട്ട് പോകുന്നത് തന്നെ. അതുമാത്രമല്ല, ആദർശേട്ടനും മീരയ്ക്ക് സപ്പോർട്ടായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവിടെ ഒരു ബുദ്ധിമുട്ടും മുത്തശ്ശിക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നിങ്ങൾ പോയി കിടക്ക്, രാവിലെ പോകേണ്ടതല്ലേ. എന്നാ നീ ചെന്ന് കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്തു വെക്കും. ഞാനേ ഈ ഭക്ഷണം കൂടി കഴിച്ചിട്ട് വരാം. അല്ല, നിങ്ങൾ എന്തിനാ ചിരിക്കുന്നേ? ചുമ്മാ ഞാനേ നിങ്ങൾക്ക് വേണ്ടി ഇതുകൂടി കഴിക്കാന്ന് കരുതിയേ, അല്ലെങ്കിൽ വെറുതെ നിങ്ങളെ കാശ് നഷ്ടമാവും. ഓ ശരിയേ, എല്ലാ കാര്യത്തിലും ഈ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നാൽ മാത്രം മതിയേ. തന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ പോയി തലയിടരുതെന്ന്. വിഘ്നേഷേട്ട, ഇത് ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദർശിനെ പോലെ തന്നെ എനിക്കും കമ്പനിയിൽ അവകാശവും അധികാരവും ഉണ്ട്. അവിടെ ആരെയൊക്കെ ജോലിക്ക് നിയമിക്കണമെന്ന് എനിക്കും തീരുമാനിക്കാം. അബിക്ക് അവിടെ അധികാരമില്ലെന്നോ അവകാശം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആദർശാണ് കമ്പനിയുടെ MD, അത് മറക്കരുത്. ഒരു കമ്പനിയിൽ ആരെ നിയമിക്കണമെന്നും ആരെ പിരിച്ചുവിടണമെന്നും തീരുമാനിക്കാൻ കമ്പനിയുടെ MDക്ക് അധികാരമുണ്ട്. അതൊക്കെ എനിക്കും അറിയാം. എന്നാലും ഞാൻ വേണ്ടെന്ന് പറഞ്ഞ സൂരജിനെ നിയമിക്കേണ്ട കാര്യം ആദർശിനില്ലല്ലോ. എടോ, പുറത്തുനിന്നുള്ള ഒരാളുടെ കാര്യത്തിലാണ് അബി ഇങ്ങനെ പറയുന്നതെങ്കിൽ ആദർശിന് അത് അനുസരിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. സൂരജ് മീരയുടെ ബ്രദറാണ്. സ്വന്തം അളിയന്റെ കാര്യം വരുമ്പോ ആദർശിന് ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും. അത്തരം വിട്ടുവീഴ്ചകൾ ആദ്യം മുതലേ ചെയ്യുന്ന ഒരാളായിരുന്നു ആദർശെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഇത് അങ്ങനെയല്ലല്ലോ. മീരയുടെ കാര്യത്തിലും അവളുടെ ബന്ധുക്കളുടെ കാര്യത്തിലും മാത്രം അവൻ എന്താ ഇങ്ങനെ കാണിക്കുന്നത്? ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. അബി അംഗീകരിക്കാതിരുന്നാൽ എന്ത് പ്രയോജനം ഉണ്ടാവാനാ? ഈ വീട്ടിലെ സമാധാനം നശിക്കും. എപ്പോഴും തമ്മിൽ വഴക്കും വാക്കേറ്റവും മാത്രമായിരിക്കും ഫലം. അതുകൊണ്ട് എല്ലാവരുടെ സ്ട്രെസ്സും സ്ട്രെയിനും കൂട്ടി അസുഖങ്ങൾ ഉണ്ടാക്കി വെക്കാന്നല്ലാതെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആദർശ് വിദേശത്തൊക്കെ പോയി പല ബിസിനസ് ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുകയും പലതിനെക്കുറിച്ചും പഠിക്കുകയും നമ്മുടെ കമ്പനിയിലെ തന്നെ നോർത്ത് ഇന്ത്യയിലെ വർക്കുകളെല്ലാം ഇത്രയും കാലം വളരെ ഭംഗിയായിട്ട് നോക്കി നടത്തുകയും ചെയ്ത ആളാണ്. അത്രയും കഴിവും എക്സ്പീരിയൻസും ആദർശിന് ഉള്ളപ്പോ ഒരു സ്റ്റാഫിനെ നിയമിക്കുന്ന കാര്യത്തില് ആദർശിന് തെറ്റ് പറ്റുമെന്ന് അബിക്ക് തോന്നുന്നുണ്ടോ? എത്ര കഴിവും ബുദ്ധിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആണുങ്ങളെ വട്ടം ചുറ്റിക്കാനും പമ്പരം കറക്കും പോലെ കറക്കാനും ഞങ്ങള് പെണ്ണുങ്ങൾ വിചാരിച്ചാലും സാധിക്കും. അത് വളരെ ശരിയാ. എന്ത് ശരിയാണെന്ന്? അല്ല, അബി പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ പറയായിരുന്നു. ആ മീര ആദർശിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാ ഇതെല്ലാം. ആ പൊട്ടൻ അതെന്താ മനസ്സിലാവാത്തതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അത് പിന്നെ ചില സമയത്ത് ഭാര്യമാര് പറയുന്നതേ ചോദ്യം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ചില കാര്യങ്ങൾ തെറ്റാണെന്ന് ഉറപ്പുണ്ടെങ്കിലും വെറുതെ അങ്ങ് സമ്മതിച്ചു കൊടുത്താ ഒരു വഴക്കൊഴിവാക്കാമല്ലോ. അങ്ങനെ ചിന്തിച്ചിട്ടായിരിക്കും ആദർശം ഒന്നും പറയാത്തത്. പറയേണ്ടതെല്ലാം പറഞ്ഞു തന്നെ പോണം. മീരയുടെ കുടുംബക്കാരെ നന്നാക്കാനല്ല എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ഈ ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്തത്. അവള് പറയുന്നത് കേട്ട് ആദർശിന് തോന്നിയതുപോലെ കമ്പനിയിലെ കീഴ്വഴക്കങ്ങൾ മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല. ദേവ ബിൽഡേഴ്സിൽ ജോലി കിട്ടാൻ IAS കിട്ടുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണെന്ന് ആളുകൾ പറയുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സ്ഥാനത്താണ് അളിയനാണ് മച്ചാനാണെന്നൊക്കെ പറഞ്ഞ് ഒരു വിവരവും ഇല്ലാതെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നവനൊക്കെ കമ്പനിയിൽ ജോലിക്ക് കയറി വരുന്നത്. മീരയ്ക്ക് വേണ്ടി സ്വന്തം രീതികളെല്ലാം ആദർശ് മാറ്റാൻ തയ്യാറാവുമ്പോ എനിക്ക് കുറച്ച് സങ്കടമുണ്ട് വിഘ്നേഷേട്ടാ. ഞാൻ അവന്റെ ചേച്ചിയല്ലേ. അവൻ വിദേശത്തൊക്കെ പോകുമ്പോ എനിക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു വിളിച്ചാ അവനെ കോള് പോലും പല സമയത്തും എടുക്കാറില്ല. മെസ്സേജ് അയച്ചാ അത് കണ്ടാലും റെസ്പോണ്ട് ചെയ്യില്ല. തിരിച്ചെത്തുമ്പോ ചോദിച്ചാ എന്തെങ്കിലും തൊടുന്യായങ്ങൾ പറയും.
അല്ലെങ്കിൽ കമ്പനിക്ക് വേണ്ടി പോകുന്ന സമയത്ത് പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലെന്ന് പറയും. ആ, അതൊക്കെ മുൻപല്ലേ. കല്യാണം കഴിയുമ്പോ ആളുകളുടെ സ്വഭാവമൊക്കെ മാറും. ആദർശ് ഇപ്പൊ അങ്ങനെ മാറണ്ട. ആ, അബി, ഇതൊന്നും ശരിയല്ല. ഞാൻ തന്നോട് എങ്ങനെയാ പെരുമാറുന്നത്? ഈ വീട്ടില് ഞാൻ എങ്ങനെയാ ജീവിക്കുന്നത്? ആദർശിന് അത്രയ്ക്കൊന്നും മാറ്റമൊന്നും വേണ്ടി വന്നിട്ടില്ലല്ലോ. ആദർശിനെ ഒരിക്കലും വിഘ്നേശ്വരനെ വെച്ച് കമ്പയർ ചെയ്യരുത്. പിന്നെ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് മാറാം, അതിനുള്ള ക്വാളിറ്റി എനിക്കുണ്ട്. അതല്ലല്ലോ മീരയുടെ അവസ്ഥ. അവൾക്ക് എന്താ ഉള്ളത്? ഒന്നുമല്ലാത്ത അവൾക്ക് വേണ്ടി ആദർശ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. എന്നാലും അവൻ ഞാൻ പറയുന്നൊന്നും അനുസരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കമ്പനിയിൽ അവന്റെ തീരുമാനമേ നടക്കൂ. അതാണ് സത്യം. പക്ഷേ ഇവിടെ ഞാൻ തീരുമാനിച്ചാൽ പലതും നടക്കും. അത് ഞാൻ ആദർശിന് മനസ്സിലാക്കി കൊടുക്കും. മീര സൂരജിനെ ജോലിക്ക് കയറ്റിയാ അവളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും.